CI സ്മിത ശ്യാമിനെ എറണാകുളം സൗത്ത് ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. മെയ് 2025 സൗത്ത് വിഭാഗം തൃശ്ശൂരിൽ നിന്ന് CI സ്മിത ശ്യാം എന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. ഇവർ ഒരു യൂണിഫോം ധരിച്ച് ഷാജിയുമായി പാലക്കാട്ടെ ഒരു ഹോട്ടൽ ഉടമ ലേഡിയെ പോയി കണ്ടു, സൗഹൃദം സ്ഥാപിച്ചു. അവർ യൂണിഫോം ഇട്ടാണ് അവിടെ പോയത്. അങ്ങനെ അവരിൽ നിന്ന് 5 ലക്ഷം രൂപയും ഒരു കാറും തട്ടിയെടുത്തു. പണമുള്ളവരുടെ അടുത്ത് മാത്രമാണ് ഇവർ ഈ രീതിയിലുള്ള അഭിനയം നടത്തുന്നത്. സ്മിത ശ്യാമിന് യൂണിഫോമിന് ആവശ്യമായ സ്റ്റാറ്, ബെൽറ്റ്, അതുപോലെ തന്നെ ഷൂവ്, ഇതൊക്കെ എറണാകുളം പോലീസ് സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവർക്കൊരു ചെറിയ സംശയം ചെയ്ത് ആർക്കാണ് എന്ന് ചോദിച്ചപ്പം ശ്യാമിൻ്റെ സഹോദരൻ പോലീസിലാണ്, പുള്ളിക്കാരന് വേണ്ടിയിട്ടാണ്. ഇയാളുടെ ഷൂവിൻ്റെ അളവ് തന്നെയാണ് അയാൾക്കും, അതുകൊണ്ട് ഇയാൾക്ക് പറ്റിയ ഷൂ എടുക്കാനായിട്ട് വന്നത്. അവരത് വിശ്വസിച്ചു. അങ്ങനെ ഒരു 3 സ്റ്റാറ്, ഒരു തൊപ്പി, ബെൽറ്റ്, ഒരു ഓഫീസർമാരെ ചുമന്ന ഷൂവ്, ഇതൊക്കെ അവിടുന്ന് തരപ്പെടുത്തി. അതിനുശേഷമാണ് പാലക്കാട്ട് പോയി ഹോട്ടലിൽ പോയി ഇതേ യൂണിഫോമിൽ സ്മിത ശ്യാം എന്ന സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അഭിനയിച്ച് അവിടെ ചേർന്നത്. അവരെ 5 ലക്ഷം രൂപയും അവരുടെ കാറും അടിച്ചു മാറ്റി. ഇങ്ങനെ പല സ്ഥലത്ത് ഇതുപോലെ തട്ടിപ്പ് നടത്തിയവരാണ് സ്മിത ശ്യാം എന്ന CI. ഇവരെ പേര് ബിന്ദു എന്നാണ്. പല പല പേരിലാണ് ഇവർ പല സ്ഥലത്തും അറിയപ്പെടുന്നത്. പോലീസ് അതുകൊണ്ട് ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ വളരെ താമസിച്ചു. മെയ് 20 കസ്റ്റഡി എടുത്ത് 21 കോടതിയിൽ ഹാജരാക്കി. അന്വേഷണാർത്ഥം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി. ഇവരുടെ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഷാജി, അയാൾ കോതമംഗലം, എറണാകുളം കോടനാട് സ്വദേശിയാണ്. ഈ തട്ടിയെടുത്ത കാറ് കോതമംഗലത്ത് അവർ വിൽക്കുകയും ചെയ്തു. എറണാകുളം ക്രൈം വിഭാഗം ശ്യാംകുമാർ എന്ന SIയുടെ നേതൃത്വത്തിൽ വളരെ പാടുപെട്ടിട്ടാണ് ഇവർ രണ്ടുപേരെയും ലൊക്കേറ്റ് ചെയ്തത്. പിടി വീണ് കഴിഞ്ഞപ്പം തൃശ്ശൂർ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസമായിരുന്നു. ഹോട്ടലിൽ ഇവരെ ബാഗൊക്കെ പരിശോധിച്ചപ്പം അതിനകത്ത് 50 മുദ്രപത്രങ്ങൾ കണ്ടു. 5000 മുതൽ 10,000 രൂപ വരെ വിലയുള്ള മുദ്രപത്രങ്ങൾ ആ കൂടെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 2024 ഡിസംബർ പാലക്കാട്ട് ഒരു ഹോട്ടലിൽ ബിന്ദുവും ഷാജിയും അവിടെ ചെന്നത്, അവരുമായിട്ട് പരിചയപ്പെട്ടു. അതേ CIയുടെ വേഷത്തിലാണ് ചെന്ന്, എന്തെങ്കിലും അവർക്കത് വിശ്വാസമാവുള്ളൂ. പിന്നെ പല സന്ദർഭത്തിലും യൂണിഫോം ഇല്ലാതെ ചെന്ന് പരിചയപ്പെട്ടിട്ടാണ് ഈ 5 ലക്ഷം രൂപയും കാറും തട്ടിയെടുത്തത്. എറണാകുളത്ത് പല ആൾക്കാരെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. 19.5 ലക്ഷം രൂപ പറ്റിച്ച ഒരു പരാതി എറണാകുളം ക്രൈം വിഭാഗത്തിൽ എത്തിയിട്ടുണ്ട്. 18 ലക്ഷം രൂപ പറ്റിച്ച വേറൊരാളും ഇതുപോലെ വന്നിട്ടുണ്ട്. ബിന്ദു നല്ല നടിയാണ്. പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പോലീസ് ഓഫീസറാണെന്ന് തോന്നും. ഏതായാലും നല്ലൊരു പേരും അവളുടെ നാക്കിൽ വന്നു. സ്മിത ശ്യാം എന്ന സർക്കിൾ ഇൻസ്പെക്ടർ ആ വേഷത്തിൽ തന്നെയാണ് പാലക്കാട്ട് പോയി പറ്റിച്ചത്. എന്തായാലും രണ്ടും ഇപ്പോഴാണ് അകത്തായത്. ബിന്ദുവിന് നേരത്തെ സ്വർണ്ണക്കടത്ത് ആയിട്ട് അല്ലെ സ്വർണ്ണം മോഷ്ടിച്ചതായിട്ടുള്ള ബന്ധപ്പെട്ട കേസിൽ പ്രതിയാണെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇവരുടെ ഡീറ്റെയിൽസ് കൂടുതലും പോലീസ് ചകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടുപേരും എവിടൊക്കെ ആരെയൊക്കെ ഏതൊക്കെ വിധത്തിലാണ് പറ്റിച്ചതെന്നുള്ള വാർത്തകൾ ഇനി വരാനേ ഉള്ളൂ. നല്ല പറ്റിപ്പുകാർ തന്നെയാണ്. അതിന് വേഷം കിട്ടുന്നതിനും ഒരു മടിയില്ല. അവർ ആൾക്കാർ വിശ്വസിക്കുകയും ചെയ്യും. എന്തായാലും വളരെ രസകരമായി തോന്നാമെങ്കിലും ഇവർ ഈ രീതിയിലുള്ള വേഷപ്രശ്നം നടത്തി എത്ര പേരെ പറ്റിച്ചെന്ന് നമുക്കറിയില്ല. പല സംഭവങ്ങളുണ്ടായി. പാലക്കാട്ടെ സംഭവത്തിന് അവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പം മലമ്പുഴ ജയിലിലാണ് ബിന്ദു കിടക്കുന്നത്. അവിടുത്തെ സബ് ജയിലിൽ തന്നെയാണ് ഷാജിയും കിടക്കുന്നത്. ഷാജി കോടനാടുകാരനാണ്. ഇതുപോലെ പല പറ്റിപ്പിലും നേരത്തെ ഇയാൾ പ്രതിയായിട്ടുണ്ടെന്ന വാർത്തകളും വരുന്നുണ്ട്. ബിന്ദുവിനും ആ രീതിയിലൊരു ഹിസ്റ്ററിയുണ്ട്. ഇവർ തുടക്കം ഏത് കേസിലാണ് തുടക്കം എന്ന് ഈ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. അവർ തമ്മിലുള്ള ആ ബന്ധം
ഈ പറ്റിപ്പ് മുഖേന തന്നെയാണ്. അത് തന്നെയല്ല, ഇവരുടെ തൃശ്ശൂരെ ഹോട്ടലിൽ ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പം അതിനകത്ത് കണ്ട മുദ്രപത്രത്തിനെ പറ്റി, അത് എന്തിനാണ് ഇങ്ങനെ ഇത്രയും വിലയുള്ള മുദ്രപത്രങ്ങൾ ഉൾപ്പെടെ 50 മുദ്രപത്രങ്ങൾ അവർ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. പറ്റിക്കുന്നതിന് അതിനൊരു വിശ്വാസ്യത തോന്നാൻ ഇതുപോലെയുള്ള മുദ്രപത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഏതായാലും പോലീസ് സൊസൈറ്റിയിൽ ചെന്ന് ധൈര്യസമേതം അവർ സ്റ്റാർ വാങ്ങിച്ചു. കാരണം സർക്കിൾ ഇൻസ്പെക്ടർക്ക് 3 സ്റ്റാർ വേണം, അത് ലേഡി ആയാലും മെന്നായാലും 3 സ്റ്റാർ വേണം, ചുവന്ന ബെൽറ്റ് വേണം, ചുവന്ന ഷൂ വേണം, അതുപോലെ തൊപ്പി വേണം. ഇതെല്ലാം അവിടെ പോയി സംഘടിപ്പിച്ചു ധൈര്യസമേതം. കാരണം സംശയം തോന്നാത്ത രീതിയിൽ പ്രകടനം നടത്താൻ ഇവർക്കറിയാം. അല്ലാതെ പോലീസിൻ്റെ പല യൂണിഫോമുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ലഭിക്കുകയും ചെയ്യും. ഇത് സൊസൈറ്റി ചെന്ന് പോയാണ് വാങ്ങിച്ചത്. പോലീസ് അംഗീകാരത്തോടു കൂടി മാത്രമേ ഇതുപോലെയുള്ള സെയിൽ കൗണ്ടറുകളൊക്കെ തിരുവനന്തപുരത്തുണ്ട് 1-2 എണ്ണം. അതൊക്കെ പോലീസിൻ്റെ അപ്രൂവലുണ്ടാവും. കാരണം ഇത് യഥേഷ്ടം ഇതുപോലെ വാങ്ങിച്ചുകൊണ്ടേ പറ്റിക്കും. പക്ഷേ ഇവിടെ പോലീസിൻ്റെ ഓതറൈസ്ഡായ ഒരു സൊസൈറ്റിയിൽ നിന്ന് തന്നെയാണ് ഈ സാധനങ്ങൾ വാങ്ങിച്ചത്. അവർക്ക് സംശയം തോന്നിയില്ല. കാരണം സ്വന്തം ബ്രദർ പോലീസിലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊടുത്തു. അപ്പോൾ ഇതുപോലെയുള്ള പറ്റിക്കാനായിട്ട് അവർക്ക് നല്ല വശമുണ്ട് രണ്ടുപേർ. എത്രത്തോളം ഏതൊക്കെ രീതിയിൽ പറ്റിച്ചെന്നുള്ള വിവരങ്ങൾ ഇനി പുറത്തേക്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ.